വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കാനുള്ളത്. ഇറാനിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ഇസ്രയേൽ കൊലപ്പെടുത്തിയെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആരോപിക്കുന്നു. ഇറാൻ ജനത മുഴുവനായി അത് വിശ്വസിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് പിന്നിൽ അമേരിക്ക അടക്കം പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഇതുവരെയും ഇസ്രയേലിനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാനായി ഇറാന് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് ആക്രമണം നടത്തുന്നില്ല? ഒരുപക്ഷെ യുദ്ധം തുടങ്ങിയാൽ ഇറാൻ തോൽക്കുമെന്നുള്ളത് അവർ തന്നെ മുൻകൂട്ടി കണ്ടതിന്റെ ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ ഈ നീക്കമെന്നുള്ള ചർച്ചകളാണ് ശക്തമാകുന്നത്. ഇനി ആക്രമണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ എന്ന രാജ്യം ഭൂപടത്തിൽ മാത്രമാക്കാനായി ഖമേനിയെ വെണ്ണീറാക്കുന്ന രീതിയിലുള്ള ശക്തമായ ആക്രമണം തന്നെയായിരിക്കും ഇസ്രയേൽ നടത്തുക എന്നുള്ള വെല്ലുവിളിയാണ് കഴിഞ്ഞ ദിവസം നൽകിയത്. അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും അമേരിക്കയും നൽകുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വലിയ യുദ്ധമായി മാറുമ്പോൾ ഇറാനെ തീർക്കേണ്ട അമേരിക്കയുടെ ആവശ്യകത കൂടി ഇവിടെ ശക്തമായി ഉയരുകയാണ്. ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയ ഇറാൻ സന്ദർശനത്തിനിടയിൽ കൊല്ലപ്പെട്ടതിലുള്ള തിരിച്ചടി നൽകാൻ പേടിച്ചാണ് ഇറാൻ ഭരണകൂടം ഇങ്ങനെ പതിയിരിക്കുന്നതെന്നാണ് പൊതുവിലുള്ള ചർച്ച. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായും ഇറാൻ തോൽക്കുന്നത് മാത്രമല്ല, അവരുടെ ഏറ്റവും വലിയ പേടിയെന്ന് പറയുന്നത് നിലവിലുള്ള ഭരണകൂടത്തെ പോലും അട്ടിമറിക്കാൻ അത് സഹായിക്കുമെന്നുള്ളതാണ്. ഇറാൻ ഒരു ജനാധിപത്യ രാജ്യമായി മാറാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും അണിയറയിൽ നടത്തും. ഇതാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം ഏറ്റവും അധികം പേടിക്കുന്ന ഒരു സ്വപ്നം. ഉറപ്പായും അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. ഇസ്രയേലുമായി അമേരിക്കയുമായി നേരിട്ട് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ നടക്കും. ഒപ്പം ഇറാൻ അകത്തുള്ളവർ തന്നെ ഇതിനുള്ള സഹായങ്ങൾ ചെയ്തു നൽകുകയും ചെയ്യും. ഭൂമുഖത്തു നിന്നും ഇസ്രയേലിനെ തുടച്ചു നീക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. ഇന്നും ഇന്നലെയും പറഞ്ഞു തുടങ്ങിയതല്ല, വർഷങ്ങളായി പറയുന്ന ഒരു പല്ലവിയാണ്. ഇറാന്റെ തലസ്ഥാനത്ത് അവരുടെ ഏറ്റവും വലിയ സുരക്ഷാ സന്നാഹം ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്താണ് വെറും ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ഹമാസിന്റെ തലവനെ വളരെ എളുപ്പത്തിൽ തീർത്തു കളഞ്ഞത്. അത് ഇസ്രയേൽ ആണെന്ന് തന്നെ ഇറാൻ സമ്മതിക്കുന്നുമുണ്ട്. ഇസ്രയേലിനെ ഇപ്പോൾ തീർത്തു കളയുമെന്ന് എല്ലാ ദിവസവും ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഇറാന്റെ മടയിൽ കയറി തന്നെ ഇസ്രയേൽ ഇങ്ങനെ ഒരു പണി കൊടുത്തത്. ഇസ്രയേൽ ഹൂതികളുടെ കേന്ദ്രം തന്നെ ബോംബിട്ട് തകർക്കുകയാണ് ചെയ്തത്. ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെ ചന്നാഭിന്നം തട്ടിക്കളയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി കഴിഞ്ഞത്. എന്നിട്ടും ഇത്രയും ദിവസമായിട്ടും ഇത്രയും മാസങ്ങളായിട്ടും എന്തുകൊണ്ട് അവർ ക്ഷമിക്കുന്നു? എന്തുകൊണ്ട് ഇസ്രയേലിനെ ആക്രമിക്കുന്നില്ല? യുദ്ധമുണ്ടായാൽ ഇറാന്റെ ഉള്ളിൽ തന്നെ പലതരത്തിലുള്ള തിരിച്ചടി അവർ ഭയക്കുന്നുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇറാന്റെ റെഡ് കോപ്സ് അവരാകട്ടെ കൂറുമാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപക്ഷെ അമേരിക്കയുടെ ഭാഗത്തേക്കോ ഇസ്രയേലിന്റെ പക്ഷത്തേക്കോ അവർ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭരണകൂടത്തിനെതിരായിട്ടുള്ള വികാരം ശക്തമായി തന്നെ കത്തി അമരുന്നുണ്ട്. തിരിച്ചടി കൊടുക്കുന്നതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും സൈന്യവും തമ്മിൽ ഒരു ഭിന്നത ഉണ്ടായതായ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നാം ഏവരും വായിച്ചറിഞ്ഞതാണ്. ഇറാൻ പ്രസിഡന്റ് പിന്നോട്ട് പോകുമ്പോഴാണ് ഇറാന്റെ പരമോന്നത നേതാവ് മുന്നോട്ട് തള്ളിവിടുന്നത്. ഇസ്രയേലിനെതിരെ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്നുള്ള മുന്നറിയിപ്പാണ് പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ അവരെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവകോപമായി വ്യാഖ്യാനിച്ചു. രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ വീണ്ടും വിചാരത്തിനോ വിട്ടുവീഴ്ചയ്ക്കോ തയ്യാറാകരുതെന്നും അങ്ങനെ ഒരു വീഴ്ച വരുത്തിയാൽ അവർ ദൈവകോപത്തിന്റെ ഇരയാകുമെന്നും ആ ഗണത്തിൽ ഉൾപ്പെടുത്തുമെന്നുമാണ് ഖമേനി മുന്നറിയിപ്പ് നൽകിയത്.